പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയേലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതിപാദനം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് നമ്മൾ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി ഉപയോഗിക്കുന്നു. റീഡിംഗ് പ്ലാൻ biyindia.com/മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ്. ഇന്ന് 308 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 മക്കബായർ അധ്യായം 11, ജ്ഞാനം അധ്യായങ്ങൾ 11-12, സുഭാഷിതങ്ങൾ അധ്യായം 25, വാക്യങ്ങൾ 8 മുതൽ 10 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ നമ്മെ വചനം വായിക്കുന്നു. 2 മക്കബായർ അധ്യായം 11. ലിസിയാസിൻ്റെ പരാജയം. ഏറെ താമസിയാതെ രാജാവിൻ്റെ രക്ഷാകർത്താവും ചാർച്ചക്കാരനും ഭരണ ചുമതല വഹിച്ചിരുന്നവനുമായ ലിസിയാസ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അമർഷം പൂണ്ട് 80,000 പടയാളികളെയും തൻ്റെ കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് നഗരത്തെ ഒരു ഗ്രീക്ക് അധിനിവേശ സ്ഥലമാക്കാമെന്ന് കരുതി യഹൂദർക്കെതിരെ നീങ്ങി. ഇതര ജനതകളുടെ ക്ഷേത്രങ്ങൾക്കെന്ന പോലെ ദേവാലയത്തിനും നികുതി ചുമത്താനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വെക്കാനും അവൻ ഉദ്ദേശിച്ചു. അവൻ ഒരു വിധത്തിലും ദൈവശക്തി പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, 10,000-കണക്കിനുള്ള കാലാൾ പടയാളികളിലും 1,000-കണക്കിനുള്ള കുതിരപ്പടയാളികളിലും 80 ആനകളിലുമാണ് ഊറ്റം കൊണ്ടത്. അവൻ യൂദയായിൽ കടന്ന് ജെറുസലേമിൽ നിന്ന് ഏകദേശം 5 സ്താദിയോൺ അകലെ സ്ഥിതി ചെയ്യുന്നതും ചുറ്റുമതിലുള്ള പ്രദേശവുമായ ബേത്സൂറിലെത്തി അതിനെ ആക്രമിച്ചു. അവൻ കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കബേയുസും കൂടെയുള്ളവരും അറിഞ്ഞപ്പോൾ ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമേ എന്ന് അവർ വിലാപത്തോടും കണ്ണീരോടും കൂടെ ജനത്തോടൊപ്പം കർത്താവിനോട് അപേക്ഷിച്ചു. മക്കബേയൂസ് തന്നെ ആദ്യം ആയുധമെടുക്കുകയും തന്നോട് ചേർന്ന് ജീവൻ പണയം വെച്ച് പോലും തങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു. അതാ അവർ ജെറുസലേമിൽ എത്താറായപ്പോൾ ധവള വസ്ത്രധാരിയായ ഒരു അശ്വാരൂഢൻ സ്വർണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുമ്പേ നീങ്ങുന്നതായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാവരും ഒരുമിച്ച് കരുണാർദ്രനായ ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ മനുഷ്യരെ മാത്രമല്ല, ഘോരമൃഗങ്ങളെയും ഇരുമ്പ് മതിലുകളെപ്പോലും തകർക്കാൻ തക്ക മനോധൈര്യം അവർ വീണ്ടെടുത്തു. അവർക്ക് കർത്താവിൻ്റെ കരുണാകടാക്ഷമുണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായിയോടുകൂടെ യുദ്ധസജ്ജരായി അവർ മുന്നേറി. ശത്രുക്കളുടെ മേൽ സിംഹങ്ങളെപ്പോലെ ചാടി വീണ് 11,000 കാലാൾ പടയാളികളെയും 1,600 കുതിരപ്പടയാളികളെയും അവർ വധിച്ചു. അവശേഷിച്ചവരെ പലായനം ചെയ്യിച്ചു. അധികം പേരും മുറിവേറ്റവരും നിരായുധരുമായാണ് രക്ഷപ്പെട്ടു പോയത്. ലിസിയാസ് തന്നെയും അപഹാസ്യമായാണ് പലായനം ചെയ്ത് രക്ഷപ്പെട്ടത്. സമാധാന ഉടമ്പടി. എന്നാൽ ലിസിയാസ് ബുദ്ധിഹീനനായ ഒരാളായിരുന്നില്ല. തനിക്ക് നേരിട്ട പരാജയത്തെക്കുറിച്ച് ആലോചിച്ച് സർവശക്തനായ ദൈവം ഹെബ്രായരോട് സഖ്യത്തിലായിരുന്നതിനാലാണ് തനിക്കവരെ തോൽപ്പിക്കാൻ കഴിയാഞ്ഞതെന്ന് അവൻ മനസ്സിലാക്കി. എല്ലാ കാര്യങ്ങളിലും നീതിപൂർവകമായ വ്യവസ്ഥകളിൽ ഒത്തുതീർപ്പാകാൻ പ്രേരിപ്പിച്ചുകൊണ്ടും അവരുടെ സുഹൃത്തായിരിക്കാൻ രാജാവിനെ നിർബന്ധപൂർവം പ്രേരിപ്പിക്കാമെന്ന് പറഞ്ഞും അവൻ അവർക്ക് സന്ദേശമയച്ചു. ലിസിയാസ് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പൊതു നന്മ പരിഗണിച്ച് മക്കബേയൂസ് സമ്മതിച്ചു. ലിസിയാസിന് യഹൂദർക്ക് വേണ്ടി മക്കബേയൂസ് രേഖാമൂലം സമർപ്പിച്ച അഭ്യർത്ഥനകൾ ഓരോന്നും രാജാവ് അനുവദിച്ചു. ലിസിയാസ് യഹൂദർക്ക് എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം ഇவ்விധമായിരുന്നു: യഹൂദ ജനതയ്ക്ക് ലിസിയാസിൻ്റെ അഭിവാദനങ്ങൾ. നിങ്ങളയച്ച യോഹന്നാനും അബ്സലോമും നിങ്ങളൊപ്പിട്ട കത്തെന്നെ ഏൽപ്പിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഉത്തരവ് തേടുകയും ചെയ്തു. രാജാവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നവയെല്ലാം ഞാൻ അറിയിക്കുകയുണ്ടായി. സാധ്യമായതെല്ലാം അവൻ അനുവദിക്കുകയും ചെയ്തു. നിങ്ങൾ ഭരണകൂടത്തോട് കൂറ് പുലർത്തിയാൽ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഞാൻ പരിശ്രമിക്കും. ഈ കാര്യങ്ങളെക്കുറിച്ചും അവയുടെ വിശദാംശങ്ങളെക്കുറിച്ചും നിങ്ങളോട് കൂടിയാലോചന നടത്താൻ ഇവരോടും എൻ്റെ പ്രതിനിധികളോടും ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. 148 ആണ്ട് ദിയോസ് കോറിന്തിയോസ് മാസത്തിൻ്റെ 24 ദിവസം. രാജാവിൻ്റെ കത്ത് ഇപ്രകാരമായിരുന്നു: അന്തിയോക്കസ് രാജാവ് തൻ്റെ സഹോദരൻ ലിസിയാസിന് അഭിവാദനങ്ങൾ. നമ്മുടെ പിതാവ് ദേവന്മാരുടെ ഇടയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ
പ്രജകൾ നിർവിഘ്നം തങ്ങളുടെ വ്യവഹാരങ്ങളിൽ തുടരണമെന്ന് നാം ആഗ്രഹിക്കുന്നു. ഗ്രീക്ക് ആചാരങ്ങളിലേക്ക് മാറണമെന്ന നമ്മുടെ പിതാവിൻ്റെ നയം യഹൂദർക്ക് സ്വീകാര്യമല്ലെന്നും സ്വന്തം ജീവിത സമ്പ്രദായങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നെന്നും നാം കേട്ടിരിക്കുന്നു. തങ്ങളുടെ ആചാരങ്ങൾ പിന്തുടരാൻ അനുവദിക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുന്നു. ഈ ജനതയും നിർവിഘ്നം ജീവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നതിനാൽ ദേവാലയം അവർക്ക് തിരിച്ചേൽപ്പിക്കപ്പെടണമെന്നും തങ്ങളുടെ പൂർവികരുടെ ആചാരങ്ങളനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കണമെന്നും നാം വിധിക്കുന്നു. ആകയാൽ അവർക്ക് നമ്മൾ സൗഹൃദത്തിൻ്റെ വലതുകരം നീട്ടുന്നുവെന്ന് നീ അവരെ സന്തോഷപൂർവ്വം ആളയച്ചറിയിക്കണം. അങ്ങനെ അവർ നമ്മുടെ നയം മനസ്സിലാക്കി സന്തുഷ്ടരായിരിക്കുകയും അവരുടെ സ്വന്തം വ്യാപാരങ്ങളിൽ സന്തോഷപൂർവ്വം മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ. ജനങ്ങൾക്കുള്ള രാജാവിൻ്റെ കത്ത് ഇപ്രകാരമായിരുന്നു: യഹൂദരുടെ ആലോചനാ സഭയ്ക്കും മറ്റ് യഹൂദർക്കും അന്ത്യോക്കസ് രാജാവിൻ്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ സുഖമായിരിക്കുന്നെങ്കിൽ അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്കും സുഖം തന്നെ. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മടങ്ങാനും സ്വന്തം വ്യവഹാരങ്ങളിൽ വ്യാപൃതരാകാനും നിങ്ങൾ ഇച്ഛിക്കുന്നെന്ന് മെനലാവൂസ് നമ്മെ അറിയിച്ചിരിക്കുന്നു. സാന്തിക്കൂസ് മാസത്തിൻ്റെ 30-ാം തീയതി വരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്കെല്ലാം നമ്മുടെ സൗഹൃദത്തോടൊപ്പം സംരക്ഷണവും ഉണ്ടായിരിക്കും. യഹൂദർക്ക് തങ്ങളുടെ ഭക്ഷണരീതിയും നിയമങ്ങളും മുൻകാലങ്ങളിലെന്ന പോലെ പാലിക്കാം. അവരിൽ ഒരാൾ പോലും അറിവില്ലായ്മയിൽ ചെയ്തതിന് ഒരു രീതിയിലും അലട്ടപ്പെടുന്നതല്ല. നിങ്ങൾക്ക് ധൈര്യം പകരാൻ മെനലാവൂസിനെ ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് സാന്തിക്കൂസ് മാസത്തിൻ്റെ 15-ാം ദിവസം റോമക്കാരും യഹൂദർക്ക് ഇപ്രകാരം ഒരു കത്തയച്ചു: റോമക്കാരുടെ പ്രതിനിധികളായ ക്വിന്തൂസ് മെമ്മിയൂസ്, തീത്തൂസ് മാനിയൂസ് എന്നിവരിൽ നിന്ന് യഹൂദ ജനതയ്ക്ക് അഭിവാദനങ്ങൾ. രാജാവിൻ്റെ ബന്ധുവായ ലിസിയാസ് നിങ്ങൾക്ക് അനുവദിച്ചതെല്ലാം ഞങ്ങളും അംഗീകരിക്കുന്നു. എന്നാൽ രാജാവിൻ്റെ പക്കൽ ഉണർത്തിക്കപ്പെടണമെന്ന് അവൻ തീരുമാനിച്ച കാര്യങ്ങൾ അവധാനപൂർവം ആലോചിച്ച് എത്രയും വേഗം ഒരു ദൂതനെ അയച്ച് ഞങ്ങളെ വിവരമറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് യോജിച്ച നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. എന്തെന്നാൽ ഞങ്ങൾ അന്ത്യോക്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഉടൻ തന്നെ ആരെയെങ്കിലും ഒരാളെ അയക്കുവിൻ. അങ്ങനെ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള അഭിപ്രായമാണുള്ളതെന്ന് ഞങ്ങൾ അറിയട്ടെ. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് സാന്തിക്കൂസ് മാസത്തിൻ്റെ 15-ാം ദിവസം. ജ്ഞാനം അധ്യായം 11. വിശുദ്ധനായ ഒരു പ്രവാചകന്റെ കരത്താൽ ജ്ഞാനം അവരുടെ പ്രവൃത്തികൾ ഐശ്വര്യപൂർണമാക്കി. അവർ ആവാസയോഗ്യമല്ലാത്ത മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാരമടിക്കുകയും ചെയ്തു. അവർ പ്രതിയോഗികൾക്കെതിരെ നിൽക്കുകയും ശത്രുക്കളെ തുരത്തുകയും ചെയ്തു. അവർക്ക് ദാഹിക്കുകയും അവർ അങ്ങയെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ കൊടും പാറയിൽ നിന്ന് അവർക്ക് ജലം നൽകപ്പെട്ടു. അങ്ങനെ കടും കല്ലിൽ നിന്ന് ദാഹശമനവും. അവരുടെ ശത്രുക്കളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെ ക്ലേശത്തിലായ അവർക്ക് ഉപകാരപ്രദമായി. രക്തപങ്കിലമായി കലങ്ങി മറിഞ്ഞൊഴുകിയ നിത്യമൊഴുകുന്ന ഒരു നദിയുടെ ഉറവയ്ക്ക് പകരം ശിശുഹത്യാകൽപ്പനയുടെ ശിക്ഷയായിരുന്നല്ലോ അത്. അങ്ങ് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായി ജലം നൽകി. അവരുടെ എതിരാളികളെ അങ്ങ് എങ്ങനെ ശിക്ഷിച്ചുവെന്ന് അവരുടെ കഠിനദാഹം വഴി അപ്പോൾ അങ്ങ് അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അത് കാരുണ്യപൂർവമായ ശിക്ഷണമായിരുന്നെങ്കിലും ക്രോധവിധിക്കിരയായി അധർമ്മികൾ എത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് അവർ അറിഞ്ഞു. ഒരു പിതാവ് മുന്നറിയിപ്പെന്ന വിധം ഉപദേശിക്കുന്നത് പോലെ അവരെ പരീക്ഷിച്ചു. എന്നാൽ ഒരു രാജാവ് വിട്ടുവീഴ്ചയില്ലാതെ കുറ്റവാളികളെ വിധിക്കുന്നത് പോലെ അങ്ങ് മറ്റേ കൂട്ടരെ പരിശോധിച്ചു. അകലെയോ അടുത്തോ ആകട്ടെ അവർ ഒരേപോലെ പീഡിപ്പിക്കപ്പെട്ടു. എന്തെന്നാൽ ദുഃഖം 2 വിധത്തിൽ അവരെ പിടികൂടി. കടന്നുപോയ ഓർമ്മകളുടെ ഞരങ്ങലും തങ്ങൾക്ക് ലഭിച്ച ശിക്ഷകളിലൂടെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ഭവിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് കർത്താവിൽ നിന്നാണെന്ന് അവർ മനസ്സിലാക്കി. പണ്ട് തങ്ങൾ നിരാലംബനായി പുച്ഛിച്ച് പുറംതള്ളിക്കളഞ്ഞവനെക്കുറിച്ച് സംഭവ വികാസങ്ങൾക്കൊടുവിൽ അവർ വിസ്മയം പൂണ്ടു. കാരണം അവരുടെ ദാഹം നീതിമാന്മാരുടേതിന് തുല്യമായിരുന്നില്ല. ദൈവത്തിൻ്റെ കാരുണ്യം. ബോധമില്ലാത്ത ഇഴജന്തുക്കളെയും വിലകെട്ട മൃഗങ്ങളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിക്കപ്പെട്ട അവരുടെ അധർമ്മത്തിൻ്റെ വിവേകരഹിതമായ വിചാരങ്ങൾക്ക് പകരം ശിക്ഷയെന്ന വിധം അങ്ങ് ബോധമില്ലാത്ത അനേകം തിര്യക്കുകളെ അവരുടെ മേൽ അയച്ചു. ഒരുവൻ പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നതെന്ന് അവർ ഗ്രഹിക്കേണ്ടതിനായിരുന്നു ഇത്. രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടിക്കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേലയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പുതുതായി സൃഷ്ടിച്ച ക്രോധം നിറഞ്ഞ അജ്ഞാത ക്രൂരജന്തുക്കളെയോ
അതുമല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ ഇരുമ്പുന്ന ധൂമപടലം ചിതറിക്കുന്നതോ കണ്ണിൽ നിന്ന് ഭയാനകമായി തീപ്പൊരി പാറുന്നതോ ആയവയെ അയക്കാമായിരുന്നു. അവരെ ഉന്മൂലനം ചെയ്യാൻ അവയുടെ ഉപദ്രവത്തിന് കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല, അവരെ ഭയപ്പെടുത്തി നശിപ്പിക്കാൻ അവയുടെ ദർശനം തന്നെ മതിയായിരുന്നു. ഇവയ്ക്കുപരിയായി നീതിയാൽ പിന്തുടരപ്പെടുകയും അങ്ങയുടെ അരൂപിയുടെ ശക്തിയാൽ ചിതറിക്കപ്പെടുകയും ചെയ്ത അവർ അങ്ങയുടെ ഒറ്റ ശ്വാസത്താൽ നിബന്ധിക്കാവുന്നവരായിരുന്നു. പക്ഷെ അങ്ങ് സർവവും എണ്ണിത്തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ മഹത്തായ ശക്തി അങ്ങയോടൊപ്പം എപ്പോഴും ഉണ്ട്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ അങ്ങയുടെ മുമ്പിൽ ത്രാസിലെ ഒരു തരി പോലെയും പ്രഭാതത്തിൽ ഭൂമിയിൽ വീഴുന്ന ഹിമഗണം പോലെയുമാണ്. എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അങ്ങേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യർ പശ്ചാത്തപിക്കേണ്ടതിന് അങ്ങ് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. ഉണ്മയുള്ള എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെപ്പോലും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിക്കുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അങ്ങ് ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമായിരുന്നോ? അങ്ങ് അസ്തിത്വത്തിലേക്ക് വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പുലരുമായിരുന്നോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന നാഥ, അങ്ങ് എല്ലാറ്റിനോടും ദയ കാണിക്കുന്നു. എന്തെന്നാൽ അവ അങ്ങയുടേതാണ്. ജ്ഞാനം അധ്യായം 12. എന്തെന്നാൽ അങ്ങയുടെ അനശ്വരമായ ചൈതന്യം സകലതിലും ഉണ്ട്. ആകയാൽ അങ്ങ് വഴിതെറ്റുന്നവരെ പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്യുമ്പോൾ അവരെ അങ്ങ് അവ ഓർമ്മപ്പെടുത്തി താക്കീത് നൽകുന്നു. അങ്ങനെ കർത്താവെ, അവർ തിന്മയിൽ നിന്ന് മോചിക്കപ്പെടാനും അങ്ങയിൽ വിശ്വസിക്കാനും അങ്ങിടയാക്കുന്നു. എന്തെന്നാൽ അങ്ങയുടെ വിശുദ്ധ നാട്ടിൽ പണ്ട് വസിച്ചിരുന്നവരെയും അവരുടെ ക്ഷുദ്രക്രിയകളെയും അവിശുദ്ധാനുഷ്ഠാനങ്ങളെയും അവരുടെ തിന്മ നിറഞ്ഞ പ്രവൃത്തികളാൽ അങ്ങ് വെറുത്തു. നിഷ്കരുണമായ ശിശുഹത്യ നടത്തിയവരെയും യാഗവസ്തുവിൽ മനുഷ്യമാംസവും രക്തവും വിരുന്നായി ഭുജിച്ചവരെയും രഹസ്യ കൂട്ടായ്മയിൽ നിന്നുള്ള തുടക്കക്കാരെയും നിസ്സഹായ ജീവനുകളുടെ ഘാതകരായ മാതാപിതാക്കന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ കരങ്ങൾ വഴി നശിപ്പിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ എല്ലാറ്റിലും ഉപരിയായി അങ്ങേക്ക് പ്രീതിജനകമായ ഈ ദേശം ദൈവദാസരുടെ യോഗ്യമായ കുടിയേറ്റ സ്ഥലമാക്കി തീരാൻ അങ്ങിടയാക്കി. അതേസമയം അവർ മർത്യരാകയാൽ അങ്ങ് അവരോട് ദയ കാണിച്ചു. എന്നാൽ കടന്നലുകൾ അവരെ ക്രമേണ നശിപ്പിക്കേണ്ടതിന് അങ്ങയുടെ സൈന്യത്തിൻ്റെ മുന്നോടി എന്ന പോലെ അങ്ങ് അവയെ അയച്ചു. അധർമ്മികളായവരെ യുദ്ധത്തിൽ നീതിമാന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാനോ ഹിംസ്ര ജന്തുക്കളുടെ ആക്രമണം കൊണ്ടോ അങ്ങയുടെ ദൃഢമായൊരു വാക്കുകൊണ്ടോ നശിപ്പിക്കാനോ കഴിയാഞ്ഞിട്ടല്ല ഇങ്ങനെ ചെയ്തത്. എന്നാൽ അവരെ പടിപടിയായി വിധിച്ചുകൊണ്ട് അനുതപിക്കാൻ അങ്ങ് അവർക്ക് അവസരം നൽകി. കാരണം അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമാണെന്നും അവരുടെ ചിന്താഗതി ഒരിക്കലും മാറില്ലെന്നും അങ്ങ് അറിയാതിരുന്നില്ല. തുടക്കം മുതലേ അവർ ഒരു അഭിശപ്ത വംശമായിരുന്നു. അവർ പാപം ചെയ്തപ്പോൾ മോചനം നൽകിയത് അങ്ങ് ആരെയെങ്കിലും ഭയപ്പെട്ടതുകൊണ്ടായിരുന്നില്ല. അങ്ങെന്താണ് ചെയ്തതെന്ന് ആര് ചോദിക്കും? അങ്ങയുടെ വിധിക്ക് ആരെതിരെ നിൽക്കും? അങ്ങ് സൃഷ്ടിച്ച ജനതകളെ നശിപ്പിക്കുന്നതിൽ ആരങ്ങയെ കുറ്റപ്പെടുത്തും? അധർമ്മികളായ ആളുകളെ ശിക്ഷിക്കുന്നതിനെതിരെ വാദിക്കാൻ ആരങ്ങയുടെ മുമ്പിൽ വരും? കൂടാതെ അങ്ങല്ലാതെ എല്ലാവരെക്കുറിച്ചും കരുതലുള്ള മറ്റൊരു ദൈവം ഇല്ല. അങ്ങ് നീതിരഹിതമായി വിധിച്ചിട്ടില്ലെന്ന് ആരെ ബോധ്യപ്പെടുത്തണം? അങ്ങ് ആർക്കെങ്കിലും എതിരെ ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജാവിനോ ചക്രവർത്തിക്കോ അത് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. നീതിമാനായിരിക്കുന്ന അങ്ങ് എല്ലാറ്റിനെയും നീതിപൂർവം പരിപാലിക്കുന്നു. ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലാത്തവനെതിരെ വിധി പറയുന്നത് അങ്ങയുടെ അധീശത്വത്തിന് ചേർന്നതല്ലെന്ന് അങ്ങ് കരുതുന്നു. എന്തെന്നാൽ നീതിയുടെ ഉറവിടമാണ് അങ്ങയുടെ ശക്തി. എല്ലാറ്റിൻ്റെയും മേൽ അങ്ങേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ അങ്ങേക്കിടയാക്കുന്നു. അങ്ങയുടെ അധികാരത്തിൻ്റെ പൂർണ്ണതയെ സംശയിക്കുന്നവരുടെ മേൽ അങ്ങയുടെ ശക്തി അങ്ങ് പ്രകടമാക്കുന്നു. അറിഞ്ഞിട്ടും ഗർവ് ഭാവിക്കുന്നവരെ അങ്ങ് ശാസിക്കുകയും ചെയ്യുന്നു. ശക്തിയുടെ അധിപതിയായിരിക്കുന്ന അങ്ങ് ദയയോടെ വിധിക്കുന്നു. അതിയായ ദയയോടെ അങ്ങ് ഞങ്ങളെ നയിക്കുന്നു. എന്തെന്നാൽ ഇഷ്ടമുള്ളപ്പോൾ പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ. നീതിമാൻ മനുഷ്യസ്നേഹിയായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് ജനത്തെ പഠിപ്പിച്ചു. പാപത്തെക്കുറിച്ച് അനുതാപം നൽകിക്കൊണ്ട് അങ്ങയുടെ മക്കളെ അങ്ങ് പ്രത്യാശ കൊണ്ട് നിറച്ചു. അങ്ങയുടെ ദാസരുടെ ശത്രുക്കൾ മരണാർഹരാണെങ്കിലും അവരെ ഏറെ ശ്രദ്ധയോടും പരിഗണനയോടും കൂടെയാണ് അങ്ങ് ശിക്ഷിച്ചത്. അങ്ങനെ ദുഷ്ടതയിൽ നിന്ന് വിട്ടകലാൻ അങ്ങ് അവർക്ക് സമയവും സാഹചര്യവും നൽകി. എത്ര വലിയ സൂക്ഷ്മതയോടുകൂടിയാണ് അങ്ങയുടെ മക്കളെ ശിക്ഷിച്ചത്! ഉത്തമ വാഗ്ദാനങ്ങളുടെ ശപഥങ്ങളും ഉടമ്പടികളും അവരുടെ പിതാക്കന്മാർക്ക് അങ്ങ് നൽകിയിരുന്നു. ആകയാൽ ഞങ്ങളെ പഠിപ്പിക്കാനായി അങ്ങ് ഞങ്ങളുടെ ശത്രുക്കളെ 10,000 പ്രാവശ്യം പ്രഹരിക്കുന്നു. ഞങ്ങൾ വിധിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ദയ ഓർക്കാനും ഞങ്ങൾ വിധിക്കപ്പെടുമ്പോൾ ദയ പ്രതീക്ഷിക്കാനും വേണ്ടിയാണത്.
അതിനാൽ വിഡ്ഢിത്തം മൂലം അധാർമിക ജീവിതം ജീവിച്ചവരെ അവരുടെ തന്നെ മ്ലേച്ഛതകൾ കൊണ്ട് അങ്ങ് പീഡിപ്പിച്ചു. ജന്തുക്കളിൽ അതിനിന്ദ്യമായവയെ ദേവന്മാരായി സ്വീകരിച്ച അവർ അബദ്ധപാതകളിലൂടെ ബഹുദൂരം വഴിതെറ്റി നടന്നു. ബുദ്ധിഹീനരായ ശിശുക്കളെപ്പോലെ അവർ വഞ്ചിക്കപ്പെട്ടു. അതുമൂലം വിവേകമില്ലാത്ത കുട്ടികൾക്കെന്ന പോലെ അങ്ങ് അവരെ പരിഹസിക്കത്തക്ക വിധം ന്യായവിധി അയച്ചു. ലഘുശിക്ഷകൾ വഴിയുള്ള താക്കീത് ഗൗനിക്കാതിരുന്നവർ ദൈവത്തിൻ്റെ അർഹമായ വിധിക്ക് വിധേയരാകും. ദേവന്മാർ എന്ന് തങ്ങൾ കരുതിയവയിലൂടെ തന്നെ തങ്ങൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ യാതനയിൽ അവർക്ക് അവയുടെ നേരെ കോപം തോന്നുകയുണ്ടായി. മുമ്പ് തങ്ങൾ അറിയാൻ വിസമ്മതിച്ച അവിടുത്തെ അവർ സത്യദൈവമെന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. അക്കാരണത്താലാണ് അവരുടെ മേൽ അവസാന വിധി വന്നു ഭവിച്ചത്. സുഭാഷിതങ്ങൾ അധ്യായം 25 വാക്യങ്ങൾ 8 മുതൽ 10 വരെ. നിന്റെ കണ്ണുകൾ കണ്ടത് തിടുക്കത്തിൽ ഉന്നയിക്കാൻ നീ പുറപ്പെടരുത്. അതേ തുടർന്ന് നിന്റെ അയൽക്കാരൻ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നിനക്കൊന്നും ചെയ്യാനാകാതെ വരും. അയൽക്കാരനുമായുള്ള നിന്റെ തർക്കം പറഞ്ഞു തീർക്കുക. മറ്റൊരു രഹസ്യം വെളിപ്പെടുത്തുകയല്ല വേണ്ടത്. കേൾക്കുന്നവൻ നിന്നെ അപകീർത്തിപ്പെടുത്താതിരിക്കട്ടെ, നിന്റെ ദുഷ്കീർത്തി തിരിച്ചെത്താതിരിക്കട്ടെ. നല്ല ദൈവമേ, അങ്ങയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. 308 ദിവസം തിരുവചനം കേട്ടുകൊണ്ട് ജീവിതം ആരംഭിക്കാൻ അങ്ങ് തന്ന വലിയ സ്നേഹത്തിനും കൃപയ്ക്കും അങ്ങയ്ക്ക് നന്ദി പറഞ്ഞ് അങ്ങയെ ആരാധിക്കുന്നു. പടിപടിയായി അനുതപിക്കാൻ അവസരം നൽകിക്കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളോടങ്ങ് കരുണ കാണിക്കുന്നതിനെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെ ഞങ്ങൾ വായിച്ചറിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഈ വിധമുള്ള കരുണ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അനുഭവിച്ച സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും അങ്ങയുടെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, 308 ദിവസത്തിൽ മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് രാജാവിൻ്റെ ആത്മമിത്രമായിരുന്ന ലിസിയാസ് യഹൂദരെ നശിപ്പിക്കാൻ പുറപ്പെട്ട് വന്നതും ഈ സമയത്ത് യൂദാസിൻ്റെ നേതൃത്വത്തിൽ ദൈവജനം ദൈവത്തിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കുന്നതുമാണ്. അവർ എന്താണ് പ്രാർത്ഥിച്ചത്? ഒരു ഉത്തമ ദൂതനെ തങ്ങൾക്ക് അയച്ചു തരണമേ എന്ന് അവർ ദൈവത്തോട് അപേക്ഷിച്ചു. മാലാഖമാരുടെ സഹായം തേടി പ്രാർത്ഥിച്ചപ്പോൾ ആ യുദ്ധത്തിൽ സ്വർണ്ണക്കുതിരപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ദൈവദൂതൻ അവർക്ക് മുമ്പേ നീങ്ങുകയും ദൈവത്തിൻ്റെ സഹായം തങ്ങളോട് കൂടെയുണ്ടെന്ന് പ്രത്യക്ഷമാവുകയും ചെയ്തപ്പോൾ അവർ ദൈവത്തിൻ്റെ കരുണയെ പ്രതി അവിടുത്തെ ആരാധിക്കുകയാണ്. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട ലിസിയാസ് ബുദ്ധിപൂർവം യഹൂദരോട് സൗഹൃദത്തിലാവാൻ തീരുമാനിക്കുകയും അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ മകനായിരുന്ന അന്തിയോക്കസ് രാജാവിൻ്റെ പക്കൽ നിന്ന് അവർക്ക് അനുകൂലമായ പല വിധികളും നേടിയെടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് വായിച്ചത്. അവരോട് സഖ്യത്തിലാകാൻ യൂദാസും കൂട്ടരും തീരുമാനിക്കുന്നു. ഇത്രയും കാലം തങ്ങൾക്കെതിരെ നിന്ന ഈ ജനത യഹൂദ ജനതയ്ക്ക് അനുകൂലമായി മാറുമ്പോൾ അവരോട് സഖ്യത്തിലാവുന്നത് ശരിയായിരുന്നോ എന്ന ഒരു ചിന്ത വായിക്കുന്ന നമുക്ക് ഉണ്ടാകാം. ഭൂമിയിലെ എല്ലാ മനുഷ്യരും അവരേത് ജാതിയിലും മതത്തിലും ഏത് ജനതയിലും പെട്ടവരാണെങ്കിലും അവരെല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്ന അർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളുമാണ്. യൂദാസും ദൈവജനവും അവരോട് സഖ്യത്തിലാവാൻ, ഈ വിദേശ ജനതയോട് സഖ്യത്തിലാവാൻ തീരുമാനിക്കുന്നത് തങ്ങളുടെ ദൈവികമായ ബോധ്യങ്ങളെ ബലി കഴിച്ചുകൊണ്ടല്ല എന്നുള്ളതാണ് ഇവിടുത്തെ സുപ്രധാനമായ ഒരു തിരിച്ചറിവ്. തങ്ങളുടെ ആലയത്തെ മറന്നുകൊണ്ടോ ആചാരങ്ങളെ വിസ്മരിച്ചുകൊണ്ടോ വിജാതീയ ആചാരങ്ങൾ സ്വീകരിച്ചുകൊണ്ടോ അല്ല അവർ ഈ വിജാതീയ ജനതയുമായി സഖ്യത്തിലാവുന്നത്. വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും ധാർമ്മിക ജീവിതത്തിൻ്റെയും മേഖലകളിൽ വിട്ടുവീഴ്ചയില്ലാതെ നമുക്ക് ഏത് ജനതയിലും പെട്ടവരെ സ്നേഹിക്കാൻ കഴിയും. നമ്മുടെ തനിമ, നമ്മുടെ സ്വത്വം, നമ്മുടെ ഐഡൻറ്റിറ്റി ബലി കഴിച്ചുകൊണ്ടുള്ള സൗഹൃദങ്ങളാണ് ഒരു പോപ്പുലർ കൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങളല്ലാതായി മാറി, നിങ്ങളുടെ ജീവിത രീതികളെല്ലാം മാറി അയാളോട് ഐഡൻറ്റിഫൈഡ് ആവുക എന്ന അർത്ഥത്തിലുള്ള ഒരു സൗഹൃദമാണ് ഇന്നത്തെ പോപ്പുലർ കൾച്ചർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വേർപാട് എന്ന ഒരു സങ്കല്പം ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെയും ബോധ്യങ്ങളുടെയും ജീവിത മൂല്യങ്ങളുടെയും കാര്യത്തിൽ കൃത്യമായ ഒരു വേർപാട് നമ്മൾ വിശ്വാസികളല്ലാത്തവരുമായി പുലർത്തേണ്ടതുണ്ട്. അത് അവരോട് വെറുപ്പിൻ്റെയോ
സൗഹൃദമില്ലായ്മയുടെയോ ഒരു ഭാവം പ്രകടിപ്പിക്കാനല്ല എന്ന് മാത്രമല്ല, സ്നേഹത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെ സമ്പർക്കങ്ങളുടെയും എല്ലാ മേഖലകളിലും വിശ്വാസം ബലികഴിക്കേണ്ടി വരാത്ത, നമ്മൾ വിശ്വസിക്കുന്ന തനിമയാർന്നൊരു വിശ്വാസത്തിൻ്റെ നേര് നഷ്ടപ്പെടുത്താത്ത എല്ലാ മേഖലകളിലും എല്ലാ ജനതകളിൽപ്പെട്ടവരുമായും സഹകരിക്കാൻ നമുക്ക് ബാധ്യത ഉണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു മെയ്വഴക്കം പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തീയ വിശ്വാസത്തെയും ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ബോധ്യങ്ങളെയും ബലികഴിച്ചുകൊണ്ടുള്ള ഒരു സൗഹൃദമല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകവും ചർച്ച ചെയ്തത് ദൈവത്തിൻ്റെ കരുണയാണ്. പല രീതിയിലാണ് ഈ കരുണ വെളിപ്പെട്ടത്. ഒന്ന്, സ്വതവേ ജന്മനാ തന്നെ പ്രകൃത്യാ തന്നെ പാപികളായിരുന്ന മനുഷ്യരുടെ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൈവം അവരോട് കരുണ കാണിച്ചു. രണ്ട്, ദൈവം ലഘുവായ ശിക്ഷകൾ നൽകി കരുണാമയനായൊരു പിതാവെന്ന നിലയിൽ ശിക്ഷണത്തിലൂടെ പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് തൻ്റെ മക്കൾക്കുണ്ടാവാൻ ആഗ്രഹിച്ച് അവരെ ശിക്ഷണ വിധേയരാക്കി. അതും ദൈവത്തിൻ്റെ കരുണയായിരുന്നു. അവിടെയും തിരിച്ചറിവ് വരാത്തൊരു ജനതയെ കുറെ കൂടി ഗൗരവമായ ശിക്ഷണ നടപടികളിലൂടെ അവിടുന്ന് തൻ്റെ പരിശുദ്ധിയിലേക്ക് തിരികെ വിളിച്ചു. ഇത് സ്വജനത്തോടും അതുപോലെ തന്നെ തൻ്റെ ജനമല്ലാത്തവരോടും ദൈവം ഒരുപോലെ പക്ഷപാതമില്ലാതെയാണ് പ്രവർത്തിച്ചത്. ഇതിലെല്ലാം വെളിപ്പെട്ടത് ദൈവം ഒരു രാജാവ് എന്ന ഭാവമല്ല, ദൈവം ഒരു പിതാവാണ് എന്ന ഭാവമാണ് എന്ന രീതിയിലുള്ള ഒരു വിശകലനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നടത്തിയത്. ദൈവത്തിൻ്റെ അനന്തമായ കരുണ ജീവിതം മുഴുവൻ അനുഭവിച്ചറിഞ്ഞതിൻ്റെ നനവുള്ള ഓർമ്മകൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട്. ആത്യന്തികമായി ഈ ലോകത്തെ ഇന്ന് താങ്ങി നിർത്തിയിരിക്കുന്നത് ദൈവകരുണയാണ്. ഈ കരുണ വെളിപ്പെട്ടത് ക്രിസ്തുവിൻ്റെ കുരിശിലാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന എണ്ണമില്ലാത്ത പാപങ്ങളുടെ ദൈവനീതി അനുശാസിക്കുന്ന ശിക്ഷ ദൈവം തന്നെ തൻ്റെ മക്കൾക്ക് വേണ്ടി കുരിശിലേറ്റെടുത്ത് തൻ്റെ മക്കളോട് കരുണ കാണിക്കാൻ ദൈവം അതിനു വേണ്ട എല്ലാ റിസോഴ്സുകളും കുരിശിൽ ഒരുക്കി വെച്ച് ആ കരുണ പ്രദർശിപ്പിക്കാൻ കാത്തിരിക്കുന്നു എന്നതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവങ്ങളിൽ ഒന്ന്. ആ കരുണയിലേക്ക് തിരിയാൻ, ആ കരുണയെ മറക്കാതിരിക്കാൻ, ആ കരുണയിൽ എന്നും ജീവിതകാലം മുഴുവനും മരണം വരെയും ആശ്രയിക്കാൻ ദൈവം നമ്മോട് നടത്തിയ ക്ഷണത്തിൻ്റെ പേരാണ് ബൈബിൾ. നിങ്ങളുടെ ഈ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കാത്തിരിക്കുന്നു. അതുവരെയും നിങ്ങളറിയണം, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്കിടയാവട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.